ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങൾ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഫെവിയ ദാസ്. എൻ്റെ ഹസ്ബൻഡ് ക്രിസ്തുദാസ്, മകൾ ക്രിസ്വിന ആബിഗെയിൽ. ഞങ്ങൾ വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സെൻറ്റ് ജേക്കബ് ഫെറോന ചർച്ചിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2022 നവംബർ മാസം 8-ാം തീയതിയാണ്. അതിനു മുമ്പ് തന്നെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് കൃപാസനത്തിലെ പത്രവും ഉടമ്പടി ഉപ്പും ഞങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് തരുമായിരുന്നു. കൂടാതെ ഞങ്ങൾ ഡെയിലി ഹോസ്റ്റലിലിരുന്ന് അനുദിനം പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ഒരുമിച്ചിരുന്ന് ചൊല്ലുമായിരുന്നു. പിന്നെ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് കാരണം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പം ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് പല ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഹൈ റിസ്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെയാണെങ്കിലും അവരെന്നെ കുട്ടി അബോർഷനായെന്ന് പറഞ്ഞ് എന്നെ അബോർട്ട് ചെയ്തവരുടെ കൂടെയായിരുന്നു അഡ്മിറ്റ് ചെയ്തത്. ഞാനും എൻ്റെ കുടുംബവും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പരിശുദ്ധ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമെന്ന് നേർന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 6-ാം മാസമായപ്പോൾ എൻ്റെ ബ്ലീഡിങ് സ്റ്റോപ്പാവുകയും കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പമില്ലെന്ന് സ്കാനിങ്ങിൽ തെളിയുകയും ചെയ്തു. കൂടാതെ എനിക്ക് 8-ാം മാസം ആയപ്പോൾ ഞാൻ കൃപാസനത്തിൽ വരികയും ആദ്യമായി ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് ഇതിനെ ഞാൻ ഉടമ്പടിയിൽ ആദ്യമായി വെച്ചത് എനിക്ക് നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകണമെന്നാണ് മാതാവിനോട് ഞാൻ മാധ്യസ്ഥം യാചിച്ചത്. കാരണം ഡോക്ടർ സജസ്റ്റ് ചെയ്തത് എനിക്ക് സിസേറിയൻ സെഷനും ഡെലിവറി ടൈമിൽ എനിക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് എൻ്റെ ഡെലിവറി ടൈമിൽ യാതൊരുവിധ കോംപ്ലിക്കേഷൻ ഒന്നും കൂടാതെ തന്നെ നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന് ജനുവരി 13-ാം തീയതി എനിക്ക് ജന്മം നൽകാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. ഈ കൃപ നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ 2-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞിന് 3-ാം മാസമായപ്പോൾ കഴുത്തിൻ്റെ സൈഡിൽ ചെവിയുടെ താഴെയായിട്ട് ഒരു മുഴ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതോടുകൂടെ കഠിനമായ പനിയുണ്ടായി. പനി 104-105 ടെമ്പറേച്ചർ വരെ പോകുമായിരുന്നു. 5 ദിവസം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടും ടെമ്പറേച്ചർ കുറയുന്നില്ലായിരുന്നു. മരുന്നുകൾ മാറ്റി കൊടുത്തിട്ടും ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടും ടെമ്പറേച്ചറിന് കുറവില്ലായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ തന്നെ റിക്വസ്റ്റ് ചെയ്ത് ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്തു. അന്നേ ദിവസം 5-ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ചെന്ന് നമുക്ക് കുടുംബത്തിൽ തന്നെ ഒരു അപ്പച്ചൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അന്നേ ദിനം രാത്രി കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ വന്നായിരുന്നു. ആ സമയത്ത് ഉടമ്പടി തൈലം ഒരടപ്പ് പ്രാർത്ഥിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ വായിൽ അപ്പച്ചൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. അന്ന് രാത്രിയോടുകൂടി അവളുടെ ടെമ്പറേച്ചർ വിട്ടുമാറി. അവൾക്ക് അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു പനി ഉണ്ടായിട്ടില്ല. പിറ്റേന്ന് ഞങ്ങൾ കുഞ്ഞിനെ കഴുത്തിൻ്റെ മുഴ കാരണം ഞങ്ങൾ ഹയർ സെൻറ്ററിലോട്ട് റെഫർ ചെയ്ത ഹോസ്പിറ്റലിലോട്ട് പോയി അഡ്മിറ്റായി. അവിടെ എത്തിയപ്പോൾ അവർ പലവിധ കാരണങ്ങൾ പറഞ്ഞു. സാധാരണ ഈ പ്രായത്തിൽ 3 മാസത്തിൽ കുഞ്ഞിനിങ്ങനെ കഴുത്തിൽ മുഴ വരാൻ സാധ്യതയില്ലെന്നും കുടുംബത്തിൽ ആർക്കെങ്കിലും TB ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് ഹിസ്റ്ററിയൊക്കെ കളക്ട് ചെയ്തായിരുന്നു. പക്ഷേ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തത് കുഞ്ഞിന് TB ആണ്, TB ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ആ സമയവും ഞങ്ങൾ മാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം നിരന്തരമായി കഴുത്തിൻ്റെ സൈഡിലെ മുഴയിൽ തേച്ച് കൊടുക്കുമായിരുന്നു. കൂടാതെ കുഞ്ഞ് കിടക്കുന്നതിൻ്റെ തലയണയുടെ ഇടയിൽ കൃപാസനത്തിൻ്റെ പത്രം വെച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഈ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടന്നപ്പോൾ സാക്ഷ്യങ്ങൾ കൂടുതൽ കേൾക്കുമായിരുന്നു. TB ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ TB നെഗറ്റീവായിരുന്നു. പിന്നെ അതിനുശേഷം ഡോക്ടർ സജസ്റ്റ് ചെയ്തു എന്നാൽ ബയോപ്സിക്ക് വിടണം സാമ്പിൾ എടുത്ത്. ഞങ്ങൾ മാതാവിനോട് പ്രത്യക്ഷീകരണത്തിൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ നടക്കുമ്പോൾ മാതാവിൻ്റെ അടുത്ത് മാധ്യസ്ഥം യാചിച്ച് പറഞ്ഞു, അമ്മേ മാതാവേ 7 ദിവസത്തിൽ കൂടുതൽ ഈ ആശുപത്രിയിൽ ഞങ്ങളെ അഡ്മിറ്റാക്കാൻ ഇടയാക്കരുതേ. കാരണം 3 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ഒരുപാട് ഇഞ്ചക്ഷൻസും ആൻറ്റിബയോട്ടിക്സും ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെ മോശമാകും. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ മാധ്യസ്ഥം യാചിച്ചതിൻ്റെ ഫലമായി തന്നെ ബയോപ്സിക്ക് വിട്ട റിസൾട്ടിൽ നെഗറ്റീവാണ് വന്നത്. ആ ആശുപത്രിയിൽ അഡ്മിറ്റായി 4-ാമത്തെ ദിവസമായപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ക്യാനുലയൊക്കെ ഔട്ടായിരുന്നു. ഇഞ്ചക്ഷൻസ് ഒന്നും കൊടുക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പിന്നെ ഡോക്ടേഴ്സ് ഞങ്ങളെ ഒബ്സർവേഷനിലിരുത്തി.
അന്നും ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. 5-ാമത്തെ ദിവസമായപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിലെ മുഴ ചെറുതായി കുറയാൻ തുടങ്ങി. പിന്നെ ആ ചുമന്ന നിറത്തിലുണ്ടായിരുന്ന ആ മുഴ പിന്നെ കളറ് മാറുകയും മുഴ ചെറുതായിട്ട് കുറഞ്ഞു വരികയും ചെയ്തു. ഡോക്ടർമാർ വരെ ഞങ്ങളോട് ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചു? അവർ പറഞ്ഞ്, നിങ്ങൾ എന്തായാലും തന്നെ 2 വയസ്സ് വരെ കുഞ്ഞിനെ നിരന്തരം ആശുപത്രിയിൽ കൊണ്ടുവരണം, കാരണം ഈ മുഴ ദേഹത്ത് പലയിടത്തും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. മാതാവ് ഞങ്ങൾക്ക് ആശുപത്രിയിൽ വെച്ച് തന്നെ പൂർണ്ണ സൗഖ്യം തരികയും 7-ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ പോവുകയും ചെയ്തു. 2 വയസ്സ് വരെ കുഞ്ഞിനെ മാസം തോറും ആശുപത്രി കൊണ്ട് ചെക്കപ്പ് നടത്തുമായിരുന്നു. ശരീരഭാഗങ്ങളിൽ ഒരിടത്തും കുഞ്ഞിന് ഒരു മുഴയോ ഒന്നും അതിനുശേഷം ഇതുവരെയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഉടമ്പടി വസ്തുവായ നേർച്ച വസ്തുവായ തൈലം ഞങ്ങൾ നിരന്തരമായി കുഞ്ഞിന് തേച്ച് കൊടുക്കുമായിരുന്നു. ഏതൊരു ചെറിയ അസുഖം വന്നാലും ഞാൻ മരുന്നൊന്നും എടുക്കത്തില്ല, കാരണം ഞാൻ ആദ്യം ഓടിപ്പോയി ഉടമ്പടി തൈലവും ഉപ്പുമാണ് അവൾക്ക് കൊടുക്കുന്നത്. ഇത് രാവിലെ ഞാൻ ഉടമ്പടി ഡെയിലി ബ്രെഡ് കൂടിയതിന് ശേഷം എൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത് പോലെ തന്നെ കുഞ്ഞിൻ്റെ നെറ്റിയിലും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ അനുഗ്രഹം രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് നിരന്തരമായി സ്കിൻ അലർജി വരുമായിരുന്നു. സ്കിൻ അലർജി എന്ന് പറയുമ്പോഴത്തേനും ശരീരം ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു. ഉറങ്ങിക്കിടന്ന് എഴുന്നേൽക്കുമ്പോൾ ശരീരം ചുണത്ത് വലിയ വട്ടം പോലെ മുഖമൊക്കെ ഇത്തിരി നീരിട്ടിരിക്കും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ അടുത്ത ആശുപത്രിയിൽ പോകും, അലർജിക്കുള്ള മെഡിസിൻസ് ഇഞ്ചെക്ഷൻസ് എടുക്കും, ടാബ്ലറ്റ്സ് കഴിക്കും വരും. പക്ഷേ ഇതിനൊരു മാറ്റം ഉണ്ടായില്ല. ഇത് എനിക്ക് 1.5 വർഷത്തോളം എനിക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. നിരന്തരമല്ല, 2 മാസം കൂടുമ്പം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫുഡ് അലർജി ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. ഫുഡ് അലർജി, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ പല ടെസ്റ്റുകളും ചെയ്ത് എല്ലാത്തിലും ഒരു കുഴപ്പമില്ല. ഞാൻ ഇതുപോലെ ഒരു തവണ കൃപാസനത്തിലൂടെ വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ തലേന്ന് രാത്രി ഇതുപോലെ എനിക്ക് സ്കിൻ അലർജി കൂടിയിരുന്നു. ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് കൃപാസനത്തിൽ വരണം, വന്ന് മാതാവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം, പക്ഷേ എനിക്ക് ഈ സ്കിൻ അലർജി ഇതോടുകൂടി പൂർണ്ണമാക്കി തരണം. അന്ന് ഞാൻ ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എവിടെയെല്ലാം മുഖത്ത് പാടുകളുണ്ടായിരുന്നോ, തടിച്ച് വന്നോ അവിടെയെല്ലാം ഞാൻ ഉടമ്പടി തൈലം തേച്ച് പുരട്ടി മാതാവിൻ്റെ അടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിറ്റേന്ന് രാവിലെ ആയിരുന്നു ഞാൻ കൃപാസനത്തിൽ വരുന്നത്. വെളുപ്പിനെ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേനും എൻ്റെ ദേഹത്ത് നിന്ന് ഈ സ്കിൻ അലർജിയുടെ ഇതൊക്കെ കുറഞ്ഞ് തടിപ്പുകളെല്ലാം കുറഞ്ഞു വന്ന് ഞാൻ കൃപാസനത്തിൽ വന്ന് രാവിലെ 6:30 ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ദേഹത്ത് ഒരു ചൊറിച്ചിലോ ഒന്നുമില്ല. അതിനുശേഷം ഇന്നേ വരെയായി എനിക്ക് സ്കിൻ അലർജി വന്നിട്ടില്ല. ഇതിനു വേണ്ടി ഞാൻ ആശുപത്രിയിലും പോയിട്ടില്ല. ഇപ്പോൾ ഇത് വരാതെ തന്നെ ഏകദേശം 1.5 വർഷത്തിലേറെയായി എനിക്കിപ്പോൾ ഈ സ്കിൻ അലർജി ഒന്നും വരാതെ. ഈ സ്കിൻ അലർജി മാറ്റി പൂർണ്ണ സൗഖ്യം തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അടുത്തതായുള്ള രോഗസൗഖ്യം എന്ന് പറയുന്നത്, ഹസ്ബൻഡിന് നിരന്തരമായി കണ്ണിലിങ്ങനെ കൺകുരു വരുമായിരുന്നു. 1 വർഷത്തിലേറെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നാലും കണ്ണിലിങ്ങനെ കൺകുരു വരും. അപ്പോൾ അവിടെ ഉടമ്പടി വസ്തുക്കളില്ലെങ്കിലും ഞാൻ ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് മാതാവിനോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കും. കണ്ണിലെ കുരു ആണെങ്കിൽ വന്ന് പഴുത്ത് പൊട്ടി ചലങ്ങളിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ പല ഐ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കാണിച്ചിട്ടാണെങ്കിൽ കൊളസ്ട്രോൾ കൂടുതലാണ്, ഷുഗർ കൂടുതലാണ്, അങ്ങനെ പല കാരണങ്ങൾ പറയും. പക്ഷേ ടെസ്റ്റ് ചെയ്യുമ്പോൾ റിസൾട്ടിലാണെങ്കിൽ എല്ലാം നോർമലായിരിക്കും. മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ മാധ്യസ്ഥം യാചിച്ചു പ്രാവശ്യം, മാതാവേ ഈ കണ്ണിലെ കുരു എല്ലാം അവിടെ നിന്ന് അമ്മ മാറ്റിത്തരണമേ എന്ന് ഡെയിലി ബ്രെഡിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കൂടാതെ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം ഞാൻ ഹസ്ബൻഡിന് ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അത് ജോലി സ്ഥലത്തിരുന്ന് സമയം കണ്ടെത്തി കൂടുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ തന്നെ ഏകദേശം 1 വർഷത്തിലേറെയായി ഹസ്ബൻഡിന് കണ്ണിലെ കുരു പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. കണ്ണിലെ കുരു വരുന്ന സമയങ്ങളിലെല്ലാം നാട്ടിലായിരിക്കുമ്പോൾ ഉടമ്പടി തൈലം ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ട് കണ്ണിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് മിലിറ്ററിയിലാണ്. അപ്പം അവിടെ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഡെയിലി ബ്രെഡൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. സാക്ഷ്യങ്ങളൊക്കെ കാണാനായിട്ട് ഞാൻ ഫോണിൽ അയച്ചു കൊടുക്കും. ഹസ്ബൻഡ് സമയം കണ്ടെത്തി അതൊക്കെ ചെയ്യും. ഈ ഒരു മാറ്റം തന്നെ ഹസ്ബൻഡിലും ഒരുപാട് മാറ്റം ഉണ്ടാക്കി. കുറച്ചുകൂടെ ബൈബിൾ വായിക്കാനും ദൈവിക കാര്യങ്ങൾ ഇടപെടാനും നാട്ടിൽ വന്നാലും പള്ളിയിൽ പോകാനും, ജോലി സ്ഥലത്തായിരിക്കുന്നിടത്ത് വരെ അങ്ങനെ പള്ളിയിലൊന്നും പോകാത്ത ഒരാളാണ്. പക്ഷേ പുതിയടുത്ത് പോസ്റ്റിംഗ് പോയെടുത്ത് പള്ളിയൊക്കെ കണ്ടുപിടിച്ച് കുർബാനയൊക്കെ കാണാനുള്ള ഒരു താല്പര്യം സ്വയമേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഈ മാറ്റങ്ങളൊക്കെ അനുഗ്രഹിച്ച മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതുപോലെ
ജർമ്മൻ ലാംഗ്വേജിന് നോക്കുമായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തന്നായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഇതുവഴി തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രീ ആയിട്ട് പഠിക്കുവാനുള്ള അവർ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ച് എന്നെ അങ്ങോട്ട് അപ്പോയിൻമെൻ്റ് എടുക്കുകയും B1 വരെ ഞാൻ അവിടെ പഠിക്കുകയും ചെയ്തു. ഞാൻ എല്ലാ മാസവും തന്നെ കൃപാസനത്തിൽ വരും, 2 തവണയെങ്കിലും വരും. കൂടെ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ എനിക്ക് പരിചയമുള്ള ആരെങ്കിലും, ഞാൻ പത്രം കൊടുത്ത് അറിയാമെന്നുള്ളവർ, ഇവരൊക്കെ എൻ്റെ കൂടെ കാണും. ഞാൻ അവരെയൊക്കെ കൊണ്ടാണ് കൃപാസനത്തിൽ വരുന്നത്. അങ്ങനെ എൻ്റെ B1-ൻ്റെ എക്സാമിൻ്റെ സമയത്ത് ആദ്യത്തെ അറ്റംപ്റ്റ് ഞാൻ എക്സാമിന് മുന്നേ കൃപാസനത്തിലൊന്നും വന്നില്ലായിരുന്നു. ഡയറക്റ്റ് ഡേറ്റൊക്കെ എടുത്ത് ഞാൻ പോയി എക്സാം എഴുതുമായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതിയപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ഒരു മൊഡ്യൂള് മാത്രമേ പാസ്സാകാൻ വേണ്ടി സാധിച്ചുള്ളൂ. ബാക്കി 3 മൊഡ്യൂൾ എനിക്ക് ഫെയിലായി. അപ്പം ഞാൻ അതിനുശേഷം ഒരുപാട് സങ്കടപ്പെട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മുന്നിൽ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവ് എന്തേലും ഒരു വഴി കാണിച്ചു തരണം. കാരണം ഞാൻ ചിലപ്പം എനിക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു പരീക്ഷ എഴുതിയത്. ആ ഒരു ഇതിലായിരിക്കും മാതാവ് എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ എനിക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളെന്ന് മാതാവ് എനിക്ക് ഇതിലൂടെ കാണിച്ചു തന്നു. 2ാമത്തെ അറ്റംപ്റ്റിന് ഡേറ്റ് എടുത്തു. ഞാൻ അതിന് മുന്നേ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചായിരുന്നു. അച്ഛൻ തന്ന കാശ് രൂപം കൊണ്ടുപോയി എക്സാം ഹാളിൽ ഉടമ്പടി ഉപ്പ്, തേന്, ഉടമ്പടി തൈലം ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടായിരുന്നു പരീക്ഷാ ഹാളിൽ പോകുന്നത്. ഉടമ്പടി കാശ് രൂപം എക്സാമിന് പോകുമ്പോൾ ഞാൻ ഹാളിൽ കൊണ്ടുപോകുമായിരുന്നു. 2ാമത്തെ അറ്റംപ്റ്റിൽ തന്നെ പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ പരീക്ഷ ഒരുവിധം കുഴപ്പമില്ലാതാക്കി തന്നു. റിസൾട്ട് വരുന്ന സമയത്ത് ഞാൻ നീല മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമായിരുന്നു റിസൾട്ട് ഓപ്പൺ ചെയ്തേ. പക്ഷേ പ്രാർത്ഥനയുടെ ഇടയിൽ എൻ്റെ നീല മെഴുകുതിരിയിൽ മാതാവിൻ്റെ ഹൃദയം തെളിഞ്ഞു വന്നായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തായിരുന്നു. അവരൊക്കെ കണ്ടായിരുന്നു. ആ ഒരു ഇതിൽ എനിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെ റിസൾട്ട് ഓപ്പൺ ചെയ്തപ്പം അടുത്ത അറ്റംപ്റ്റിൽ തന്നെ 3 മൊഡ്യൂളും മാതാവാണ് എനിക്ക് പാസ്സാക്കി തന്നത്. അങ്ങനെ എൻ്റെ ജർമ്മൻ്റെ B1 ലെവൽ ഫുള്ള് മാതാവ് പാസ്സാക്കി തന്നു. അതിനുശേഷം ഞാനായി കൂടി ഒരു ഏജൻറ്റിനെ അപ്രോച്ച് ചെയ്ത് അവിടെ ഒരു 3 ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും 3 റിജക്റ്റായി. പിന്നീട് ഞാൻ B2 പഠിക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. B2 പഠിച്ചു. B2 ഇതുപോലെ എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാം പാസ്സായി. ഇതിനിടയ്ക്ക് ഗവൺമെൻറ് വഴി തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ പലയിടത്ത് പോകുന്നു, ഒന്നും ശരിയാവുന്നില്ല, എന്തായിരിക്കും ഇതിന് കാരണം? അതുകൊണ്ട് മാതാവ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണം. ഇൻ്റർവ്യൂവർ എൻ്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യനും ചോദിക്കരുത്, പഠിക്കുന്നതിനെക്കുറിച്ചോ മെഡിക്കൽ ഫീൽഡിനെക്കുറിച്ചോ ഒന്നും ചോദിക്കരുത്. മാതാവ് എന്നോട് സംസാരിക്കണം ഇൻ്റർവ്യൂ ടൈമിൽ. അന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പം ഒരു ഇൻ്റർവ്യൂവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൂട്ടുകാരിയോട് സംസാരിക്കണത് പോലെ എൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ചോദിച്ചത്. ഞാൻ എന്തു പഠിച്ചോ, ഏത് ലെവലാണ് ഇപ്പോൾ പഠിക്കുന്നത് എന്നൊന്നും ചോദിക്കാതെ ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഞാൻ ഫ്രീ ആയിട്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ആ ഇൻ്റർവ്യൂവർ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവാണ് ഈ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഗവൺമെൻറ് വഴി തന്നെ പ്രോസസ്സിങ് ആരംഭിച്ചു. എൻ്റെ B2-ൻ്റെ ഫുൾ മൊഡ്യൂളും മാതാവ് തന്നെയാണ് പാസ്സാക്കി തന്നത്. കാരണം എൻ്റെ കഴിവുകൊണ്ട് ഇത് എനിക്ക് പാസ്സാകാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഓരോ പരീക്ഷയ്ക്ക് ഓരോ ഇടത്ത് പോകുമ്പോഴും ഏത് സ്ഥലത്തോട്ടാണോ ഞാൻ എക്സാമിന് പോകുന്നത് ആ സ്ഥലത്തേക്ക് പോകുന്നതിനുള്ള ഹിന്ദി പത്രം, ഇപ്പം ഞാൻ ഡൽഹിയിലാണ് എക്സാമിന് ഉണ്ടെങ്കിൽ ഹിന്ദി പത്രം, ഇംഗ്ലീഷ് പത്രം എല്ലാം ഞാൻ കൃപാസനത്തിൽ വന്ന് മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. കൂടാതെ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉടമ്പടി കാശ് രൂപവും ഞാൻ എക്സാം ഹോളിൽ കൊണ്ടുപോകുമായിരുന്നു. ചില എക്സാമിനൊക്കെ ഉടമ്പടി കാശ് രൂപ അകത്ത് കയറ്റാൻ പറ്റില്ലെങ്കിൽ ഞാൻ എൻ്റെ ഉടുപ്പിനകത്ത് സ്റ്റിച്ച് ചെയ്ത് നേരത്തെ തന്നെ വയ്ക്കുമായിരുന്നു. ചില സെൻറ്ററിലൊന്നും നമുക്ക് ഈ ഓർണമെൻറ്റ്സ് ഒന്നും അലോഡല്ല. അപ്പം ഞാൻ അത് അറിയാമെന്നുള്ള സെൻറ്ററിൽ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ തന്നെ ഉടുപ്പിനകത്ത് കാശ് രൂപ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടാണ് എക്സാമിന് പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായി തന്നെ മാതാവ് എനിക്ക് B2-ൻ്റെ 4 മൊഡ്യൂളും പാസ്സാക്കി തന്നു. കൂടാതെ എൻ്റെ ഗവൺമെൻറ് വഴിയുള്ള ഇൻ്റർവ്യൂവിൽ തന്നെ മാതാവ് എനിക്ക് 3 ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ 2 ഹോസ്പിറ്റൽ സെലക്ട് ആയതിൽ മാതാവ് തന്നെ എനിക്ക് നല്ലൊരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്ത് തരികയും അവിടെ ഞാൻ ഈ മാസം 10-ാം തീയതി ജർമ്മനിയിലെ സാർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിലോട്ട് നേഴ്സായി ജോലിയിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ അനുഗ്രഹം നൽകി തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇതുപോലെ തന്നെ പത്രങ്ങൾ വാങ്ങിക്കും.
ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് ഈ ലാംഗ്വേജിലുള്ള പത്രങ്ങളാണ് മേടിക്കുന്നത്. പക്ഷേ എനിക്ക് ഹിന്ദി ഒട്ടും അറിയത്തില്ല. എന്നാലും ഞാൻ ഈ പൂനെയിലും അവിടെ ഇവിടെയൊക്കെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോഴത്തേനും ഞാൻ ഇംഗ്ലീഷിലൊക്കെ എങ്ങനെയും പറഞ്ഞ് ഈ പത്രങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇംഗ്ലീഷിൽ പേപ്പറിൽ എഴുതി അവർക്ക് പത്രത്തോടെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കൂടുതൽ പേര് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കൂടുതലായിട്ട് കൃപാസനത്തിൻ്റെ കാശുരൂപം, മാതാവിൻ്റെ ഫോട്ടോ ഇതൊക്കെ അവർക്ക് കൊടുത്ത് യൂട്യൂബിലെല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു. കൂടാതെ എനിക്കറിയാവുന്നവരും അവർക്ക് ഒറ്റയ്ക്ക് കൃപാസനത്തിൽ വരാൻ പറ്റാത്തവരായിട്ടുള്ള എൻ്റെ കൂടെയുള്ളവരും പരിചയത്തിലില്ലാത്തവരെ പോലും ഞാൻ കൃപാസനത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് ഞാനും എൻ്റെ ബ്രദറുമാണ് ആദ്യം കൃപാസനത്തിൽ വരുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ കാരുണ്യപ്രവർത്തികൾ ഒരുമിച്ച് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം 25 പൊതി ഫുഡിൽ തുടങ്ങിയതാണ്. ഇപ്പം നമ്മൾ ഒരു 70ഓളം പാക്കറ്റ് ഫുഡ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ട് കൊടുക്കും. ഒരിടത്ത് ഒരു ഹോസ്പിറ്റലിൽ ഇന്ന് ഈ ഒരു മാസം ഈ ഹോസ്പിറ്റലിൽ കൊടുത്താൽ നമ്മൾ അടുത്ത മാസം വേറെ സ്ഥലങ്ങളിൽ കൊടുക്കും. കൂടുതലും ഈ റെയിൽവേ സ്റ്റേഷനിലും വഴിയോരങ്ങളിലും കടവരാന്തകളിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ ഉച്ചയ്ക്കുള്ള ഭക്ഷണം നമ്മൾ അവർക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ വൃദ്ധസദനങ്ങളിൽ നമ്മളാൽ കഴിയുന്ന ഒരു തുക നമ്മൾ എല്ലാ മാസവും അവർക്ക് അവരുടെ അക്കൗണ്ടിലും അയച്ചു കൊടുക്കും. കൂടാതെ അവർക്ക് വേണ്ടിയുള്ള സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഞങ്ങളാൽ കഴിയുന്ന വിധം ഞങ്ങൾ മേടിച്ച് അവരുടെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടെത്തിക്കും. ഈ കാരുണ്യ പ്രവൃത്തികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് നാൾ എൻ്റെ കുർബാനയൊക്കെ മുടങ്ങിക്കിടക്കുമായിരുന്നു. ഉടമ്പടിയൊക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ മുടങ്ങാതെ പള്ളിയിൽ പോവുകയും 2 ആഴ്ച കൂടുമ്പം കൃത്യമായിട്ട് കുമ്പസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടാതെ ഡെയിലി ബ്രെഡ് കാണുകയും അതിനു മുന്നേ തന്നെ സ്റ്റാറ്റസ് ഇടുകയും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. സാക്ഷ്യങ്ങൾ കാണുമ്പോഴത്തേനും ആണെങ്കിൽ ആർക്കാണോ ഈ സാക്ഷ്യം അർഹതയായിട്ട് തോന്നുന്നത് അവർക്ക് ഞാൻ ഈ സാക്ഷ്യം അയച്ചു കൊടുത്തിട്ട് അവരെ കാണാനായിട്ട് പറയും. ചില ഫ്രണ്ട്സൊക്കെ ദൂരത്താണെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടിയുടെ ബുക്കും കാശുരൂപം, മാതാവിൻ്റെ ഫോട്ടോ, അങ്ങനെ പത്രം ഇതൊക്കെ വെച്ച് അവർക്ക് പോസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെയാണെങ്കിലും അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ബൈബിൾ വായിക്കുകയും മുടങ്ങാതെ തന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലും. കൂടാതെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം വീട്ടിൽ TV നമ്മൾ കണക്ട് ചെയ്ത് വീട്ടിലെല്ലാവരും കൂടെ കുഞ്ഞു പിള്ളേരെല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ അവിടെ ഇരുന്ന് കൂടുമായിരുന്നു. ഇതെല്ലാം തന്നനുഗ്രഹിച്ച ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 ദൈവത്തെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവർ പ്രശ്നങ്ങളിലും കഷ്ടതകളിലും രക്ഷ നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. എൻ്റെ നാമം അറിയുന്നവരെ, എന്നോട് ഒട്ടി നിൽക്കുന്നവരെ സംരക്ഷിക്കുമെന്നാണ് ദൈവം പറയുന്നത്. ഞാൻ അവനെ സംരക്ഷിക്കും, അനുഗ്രഹം നൽകും. ദൈവസ്നേഹവും വിശ്വാസവും ഉള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്, ഒരു പ്രകടനമാണ്. ഉടമ്പടിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രക്ഷയും ഉയർച്ചയും ഉറപ്പാണ്. അങ്ങനെയുള്ള ഓരോ സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ ഈ പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നാം ഓരോ ദിവസവും ഓരോ നിമിഷവും നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും സംരക്ഷണവും അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ജനതയാണ് ഉടമ്പടി മക്കൾ. യോഹന്നാൻ്റെ സുവിശേഷം 2-5 പറയുന്ന പോലെ അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുക എന്നാണ്. ഉടമ്പടിയിലും ഈശോയും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതുതന്നെയാണ്. ഉടമ്പടി മക്കൾ ഈശോയുടെ ആഗ്രഹം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് വർഷിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രയാസങ്ങളിൽ നാം സ്നേഹത്തോടെ ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മുടെ ഭയങ്ങളിൽ വിശ്വാസവും സംശയങ്ങളിൽ ഒരു ഉറച്ച പ്രത്യാശയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ സംരക്ഷിക്കും, എനിക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിശ്വാസം. ഉടമ്പടി ദൈവം, ആ ദൈവ സാന്നിധ്യമാണ് നമ്മെ രക്ഷിക്കുന്നതും നമ്മെ ഉയർത്തുന്നതും നമ്മെ അനുഗ്രഹിക്കുന്നതും. ഭവ്യ ദാസ് എന്ന മകളുടെ സാക്ഷ്യത്തിലും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ ദൈവ സാന്നിധ്യവും അനുഗ്രഹവുമാണ് നാം കേട്ടത്.
ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നാം സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടുനിന്നാൽ ദൈവം നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവരെ സംരക്ഷിക്കുമെന്നാണ് ദൈവത്തെ അറിയുന്ന മക്കളുടെ ജീവിതത്തിൽ. അതായത് ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയോടെ നാം മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്ത് രോഗമായാലും, എന്ത് ജോലി പ്രശ്നമായാലും, കുടുംബ പ്രശ്നങ്ങളായാലും, തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നതായാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നാം ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കാൻ ഉള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. എന്ത് പ്രതിസന്ധികൾ വന്നാലും ഈശോയുടെ മമ്മയോടും ചേർന്ന് നിന്ന് നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഏറ്റെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ആ ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ഭയങ്ങളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമെല്ലാം നമുക്ക് ഏൽപ്പിക്കാം. ഭയങ്ങളിൽ വിശ്വാസം നൽകുന്ന ദൈവം, സംശയങ്ങളിൽ ഒരു ഉറച്ച പ്രതീക്ഷ നൽകുന്ന, ഒരു പ്രത്യാശ നൽകുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടിയിലൂടെ ദൈവം നമ്മെ രക്ഷിക്കും, നമ്മെ ഉയർത്തും, നമ്മെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വാഗ്ദാനം പോലെ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കുമെന്ന വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഫെവിയ ദാസിന് കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.